കൊല്ലം പൂരവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളിലേക്കാണ്. കൊല്ലം പൂരം കഴിഞ്ഞ ദിവസം കൊല്ലം പൂരം നടന്നു. ഈ പൂരത്തിൽ RSS നേതാവായ ഹെഡ്ഗേവാറിന്റെ ചിത്രം ഉയർത്തി. അതിലാണ് വിവാദം. പുതിയകാവ് ക്ഷേത്രം അണിനിരത്തിയ കുടമാറ്റത്തിലാണ് ചിത്രം ഉയർത്തിയത്. ഹൈക്കോടതിയുടെയൊക്കെ വലിയ മാർഗനിർദ്ദേശമൊക്കെ നിലനിൽക്കുന്നുണ്ട്. കൊല്ലം പൂരം രാഷ്ട്രീയവൽക്കരിച്ചുവെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിഷ്ണു സുനിലും പറഞ്ഞു. ആദ്യം ആ വാക്കുകളിലേക്ക്. കൊല്ലം ജില്ലയിലെ ഒരു മതേതരത്വം കാത്തു സൂക്ഷിക്കുന്ന ഒരു കൊല്ലം ജില്ലയുടെ തന്നെ ഒരു അഭിമാനമായ ഒരു ഉത്സവം കൊല്ലം പൂരം. ആ കൊല്ലം പൂരത്തിന് അവിടെ രാഷ്ട്രീയം കലർത്തിക്കൊണ്ട് ഹെഡ്ഗേവാറിൻ്റെയും ഗോൾവർക്കറിൻ്റെയും അടക്കമുള്ള ചിത്രങ്ങൾ കുടമാറ്റത്തിൻ്റെ സമയത്ത് ഉയർത്തുന്നത് തികച്ചും ഒരിക്കലും രാഷ്ട്രീയം കലർത്തിക്കൊണ്ട് ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളിലും രാഷ്ട്രീയം കലർത്തിക്കൊണ്ട് ഒരു മതേതരത്വത്തിന് തന്നെ ഒരു ഭീഷണിയാവുന്ന നിലപാടിലേക്കാണ് പോകുന്നത്. ശരി, വിവരങ്ങളുമായി ഷമീർ അബ്ദുൾ നമുക്കിപ്പം ചേരുന്നുണ്ട്. ഷമീർ, ഈ കടയ്ക്കലിൽ വിപ്ലവഗാനം പാടിയതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കേസ് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വന്നപ്പോഴൊക്കെയാണ് കോടതി കർശനമായ മാർഗനിർദ്ദേശങ്ങളൊക്കെ പൂരത്തിലൊന്നും ഒരിക്കലും രാഷ്ട്രീയവൽക്കരിക്കരുത് എന്നുള്ള നിർദ്ദേശമൊക്കെ നൽകിയത്. പക്ഷെ അതിനെയൊക്കെ മറികടന്നുകൊണ്ടാണ് ഇപ്പോഴത്തെ ഈ കുടമാറ്റത്തിൽ RSS നേതാവിന്റെ ചിത്രം ഉയർത്തിയിരിക്കുന്നത്. പറയാം ഈ വിശദാംശങ്ങൾ ഷമീർ. സേതുലക്ഷ്മി, കടയ്ക്കൽ ക്ഷേത്രത്തിൽ ഇത്തരത്തിൽ വിപ്ലവഗാനം പാടിയതിലെ പരാതിക്കാരൻ കൂടിയാണ് അല്പസമയം മുമ്പ് പ്രതികരിച്ച വിഷ്ണു സുനിൽ പന്തളം, യൂത്ത് കോൺഗ്രസിന് സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. എന്തായാലും ഈ വിഷയം ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന കൊല്ലം പൂരത്തിൽ താമരക്കുളം മഹാഗണപതി ക്ഷേത്രവും അതുപോലെ പുതിയകാവ് ക്ഷേത്രവും തമ്മിലുള്ള കുടമാറ്റ മത്സരമാണ് ആശ്രമം മൈതാനത്ത് അരങ്ങേറിയത്. ഇരു വിഭാഗങ്ങൾ തമ്മിൽ കുടമാറ്റം നടക്കവേ RSS നേതാവ് ഹെഡ്ഗേവാറിന്റെ ചിത്രം പുതിയകാവ് ക്ഷേത്ര ഭരണസമിതിയിലെ നടത്തിപ്പുകാരിലെ ഈ കുടമാറ്റക്കാർ ഉയർത്തിക്കാട്ടിയതാണ് നിലവിലെ വിവാദത്തിന് കാരണം. എന്തായാലും ഈ വിവാദം ഇപ്പോൾ ആളിക്കത്തുകയാണ്. നേരത്തെ തന്നെ ഹൈക്കോടതി പറഞ്ഞിരുന്നു ഇത്തരം ഉത്സവ ചടങ്ങുകളിൽ, ക്ഷേത്രാചാര ചടങ്ങുകളിൽ രാഷ്ട്രീയം കലർത്തരുതെന്ന് ഹൈക്കോടതി പറഞ്ഞിരുന്നു. അതിനുദാഹരണമായിട്ട് കടയ്ക്കൽ അതുപോലെ കോട്ടുക്കൽ ക്ഷേത്രം തുടങ്ങിയ ക്ഷേത്രങ്ങളിലെ ക്ഷേത്രോപദേശ സമിതികൾ വരെ പിരിച്ചുവിടുന്നൊരു സാഹചര്യമുണ്ടായി. ഇതിൽ ഇപ്പോൾ പ്രധാനമായും പുതിയകാവ് ക്ഷേത്രം ഇതിൽ ഉന്നയിക്കുന്ന പ്രധാന വാദം, ഞങ്ങൾ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രമല്ല. അതുപോലെ താമരക്കുളം ക്ഷേത്രവും പ്രധാനമായും പറയുന്നത് ഞങ്ങൾ ദേവസ്വം ബോർഡിനുള്ള പരിധിക്കുള്ള ക്ഷേത്രമല്ല എന്നൊരു വാദം അവർ ഉന്നയിക്കും. പക്ഷേ ഇതിൻ്റെ പ്രധാന നടത്തിപ്പുകാർ ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ്. അവർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അധീനതയിലുള്ള ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിൽ ഉത്സവം നടത്തണമെങ്കിൽ അതിൽ ദേവസ്വം ബോർഡിൻ്റെ ഒരു അംഗം കൂടി ക്ഷേത്രോപദേശ കമ്മിറ്റിയിൽ ഇരുന്നു കൊണ്ടാണ് ഇത്തരത്തിലൊരു ഉത്സവം നടത്തുന്നത്. അപ്പോൾ അത് കോടതി അലക്ഷ്യത്തിൻ്റെ പരിധിയിൽ തന്നെ വരുമെന്നാണ് നിയമവിദഗ്ധർ അടക്കം പറയുന്നത്. ഇത്തരത്തിൽ ഈ ഹെഡ്ഗേവാറിൻ്റെ ചിത്രം ഉയർത്തത് അത്യധികം പ്രതിഷേധമാണെന്നും കോടതിയെ അറിയിക്കുമെന്നും ഇപ്പോൾ ഏറ്റവും പുതുതായി ഇതുമായി ബന്ധപ്പെട്ട് കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഉൾപ്പെടെ യൂത്ത് കോൺഗ്രസ് പരാതി നൽകിയിട്ടുണ്ട്, ഹർജിക്കാരൻ പരാതി നൽകിയിട്ടുണ്ട്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണ് വരും മണിക്കൂറുകളിലും ഉണ്ടാവുക. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക പ്രതികരണത്തിന് പുതിയകാവ് ക്ഷേത്രം ഭരണസമിതി തയ്യാറായിട്ടില്ല. ഇനി ഇതിൽ പ്രതികരിക്കേണ്ടത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ആശ്രാമം ക്ഷേത്രത്തിലെ ഭരണസമിതിയാണ് പ്രതികരിക്കുക. അവരുടെ പ്രതികരണമാണ് വരും മണിക്കൂറിൽ ഇനി വരാനുള്ളത്. സേതുലക്ഷ്മി. ശരി ഷമീർ, വ്യക്തമാണ്.